അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും കുടുംബജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് അംബാനിയുടെയും വിവാഹം വിരുന്നിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി താരക കുടുംബത്തെക്കുറിച്ച് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട്. അഭിഷേക് ബച്ചന്റെ വീട്ടുകാരും ഐശ്വര്യ റായിയും തമ്മിൽ പ്രശ്നമുണ്ടായി എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. പ്രതിഷ്ഠയെ ഭയക്കുന്ന ബച്ചൻ കുടുംബം ഐശ്വര്യ റായിയും ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നില്ലെങ്കിലും ബി ടൗൺ മീഡിയകൾ ഇക്കാര്യം കണ്ടുപിടിച്ചു. ഒരു കാലത്ത് മരുമകളെക്കുറിച്ച് വാതോരാതെ പ്രശംസിച്ചവരായിരുന്നു അമിതാഭ് ബച്ചനും ജയാ ബച്ചനും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. അഭിഷേകിന്റെ സഹോദരി ജയാ ബച്ചൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നും വാദങ്ങളുണ്ട്. മാതാപിതാക്കളും സഹോദരിയും അഭിഷേകിന് പ്രിയപ്പെട്ടവരാണ്. ഇവരുടെ സ്വാധീനം മൂലം അഭിഷേക് ഐശ്വര്യയിൽ നിന്നും അകന്നു തുടങ്ങിയോ എന്ന ചോദ്യവും ആരാധകർ ചോദിക്കുന്നു. താരകുടുംബം എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് ഐശ്വര്യ റായിയുടെ ആരാധകർ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോഴത്തെ ഐശ്വര്യ വിവാഹ ജീവിതത്തിന് വേണ്ടിയെടുത്ത ത്യാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ. കരിയറിലെ താരറാണിയായിരിക്കെയാണ് ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്യുന്നത്. ലോകമൊട്ടുക്കും അറിയപ്പെടുന്ന ഐശ്വര്യ ബച്ചൻ കുടുംബത്തിലെ അംഗമായപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. കരിയറിനപ്പുറം കുടുംബജീവിതത്തിനാണ് ഐശ്വര്യ റായ് പ്രാധാന്യം നൽകിയത്. മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിന് ശേഷം സിനിമകളുടെ എണ്ണം താരം കുറച്ചു. ഐശ്വര്യ സിനിമകൾ ചെയ്യുന്നത് കുറച്ചതിനെ കുറിച്ച് അഭിഷേക് ബച്ചൻ തന്നെ ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട്. ഐശ്വര്യ മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് എന്നാണ് അന്ന് അഭിഷേക് പറഞ്ഞത്. വിവാഹത്തിന് ശേഷം തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഐശ്വര്യയാണ്. നിങ്ങൾ പോയി അഭിനയിക്കൂ, ആരാധ്യയുടെ കാര്യം താൻ ശ്രദ്ധിക്കാമെന്ന് ഐശ്വര്യ പറഞ്ഞു. അതുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായി പെർഫോം ചെയ്യാൻ പറ്റി. ഒരുപാട് അമ്മമാർ അവരുടെ ഭർത്താവിനോട് ഇങ്ങനെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവരോട് നന്ദി പറയേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങൾ പകുതിയായി പങ്കുവെക്കണമെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് എന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കി. എന്നാൽ സിനിമാ രംഗത്ത് തുടർന്നുവെങ്കിലും എടുത്തു പറയത്തക്ക ഹിറ്റുകളൊന്നും അഭിഷേക് ബച്ചന്റെ കരിയറിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലൂടെ ഐശ്വര്യ റായ് തിരിച്ചെത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് താരത്തിന് ലഭിച്ചത്. എന്നാൽ പിന്നീട് മറ്റൊരു സിനിമയിലും ഐശ്വര്യ ഒപ്പുവെച്ചില്ല. അഭിഷേകിന് മുകളിൽ നിൽക്കുന്ന ഐശ്വര്യയുടെ താരപ്രഭയിൽ നടന്റെ വീട്ടുകാർക്ക് അതൃപ്തിയുണ്ട് എന്നാണ് ബോളിവുഡിലെ ഒരു സംസാരം. ഒരു പരിധിവരെ ഭർതൃപിതാവ് അമിതാഭ് ബച്ചന് പോലും മുകളിലാണ് ഐശ്വര്യ റായിയുടെ താലിമൂല്യം. അഭിഷേകിന് മുകളിൽ വളർന്ന ഐശ്വര്യയെ ഇതോടെ മാറ്റി നിർത്തുകയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട്. ആരാധകർ എന്തായാലും ബച്ചൻ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അംബാനി കുടുംബത്തിലെ വിവാഹത്തിന് ശേഷമാണ് ചർച്ച കൂടുതൽ ശ്രദ്ധ നേടപ്പെട്ടത്. പ്രതിഷ്ഠയെ ഭയക്കുന്ന ബച്ചൻ കുടുംബം ഐശ്വര്യ റായിയും ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നില്ലെങ്കിലും ബി ടൗൺ മീഡിയകൾ ഇക്കാര്യം കണ്ടുപിടിച്ചു. അഭിഷേകിന് മുകളിൽ നിൽക്കുന്ന ഐശ്വര്യയുടെ താരപ്രഭയിൽ നടന്റെ വീട്ടുകാർക്ക് അതൃപ്തിയുണ്ട് എന്നാണ് ബോളിവുഡിലെ ഒരു സംസാരം.